വെഞ്ഞാറമൂട് സംഭവം വളരെ എക്സെപ്ഷണലായിട്ടുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 4-5 മണിക്കൂർ സമയത്തിനുള്ളിൽ 5 പേരെ കൊലപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ വളരെ അപൂർവങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് 50 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പിന്നെ മറ്റെന്തെങ്കിലും അതിൽ ഫാക്ടേഴ്സ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കുറച്ചും കൂടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലം കൂടി പുറത്തു വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രതി ഈ കുറ്റകൃത്യം ചെയ്യാനിടയായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രതിയെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനെ പ്രതിയുടെ മൊബൈൽ ഫോൺസും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സൊക്കെ ഉള്ള അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അസോസിയേറ്റ്സ്, അവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരോടൊക്കെ കൂടുതലായിട്ട് അന്വേഷിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പ്രതി പഠിച്ച സന്ദർഭങ്ങളിലും അതിനുശേഷമുള്ള സമയങ്ങളിലൊക്കെ ആരൊക്കെയായിട്ടായിരുന്നു കൂട്ടുകെട്ടുകൾ, എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രതി ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളത്, ഇവ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സിനിമ മാത്രമല്ല, വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് കുട്ടികളിൽ അട്രാക്റ്റഡ് ആവും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പരമാവധി കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന വഴി.